ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി രാത്രി സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുറന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. അതുപോലെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ല ഒരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്? രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ആ ഒരു ടോപ്പിക്കാണ് നമ്മളോട് നോക്കുന്നത്. രാത്രി കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ ഓർക്കുന്നുണ്ട് എങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഓർക്കുന്നത്? ഈ ഒരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, ജസ്റ്റിസ് കാർഡാണ് നമുക്ക് കിട്ടുന്നത്. 2 of Swords, 8 of Wands, Ace of Swords, the Hierophant card, Strength, 5 of Pentacles, the Empress card, Page of Swords, 3 of Wands, 7 of Cups, Tower card. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ 10 of Wands ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് രാത്രി സമയങ്ങളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ ചിന്തകളാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ രാത്രി സമയത്ത് മനുഷ്യരുടെ യഥാർത്ഥ വികാരങ്ങൾ ശക്തമാകുന്ന ഒരു സമയമാണ്, സ്ട്രോങ് എനർജി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു കാർഡുകളെല്ലാം തന്നെ കാണിക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു സമയത്ത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് നമുക്ക് ജസ്റ്റിസ് കാർഡും അതുപോലെ 2 of Swordsന്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അവർ സ്വയം അവർ ചെയ്തു പോയ പ്രവൃത്തികളെ അവർ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. നൈറ്റ് ടൈമിൽ അവർ അതാണ് കൂടുതലും ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ഈ എൻ്റെ പേഴ്സണോട് ചെയ്തു പോയ കാര്യങ്ങൾ ശരിയായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയായിരുന്നോ, ഈ ഒരു പേഴ്സണോട് ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്യായം ചെയ്തിട്ടുണ്ടോ, എൻ്റെ ഭാഗത്ത് ജസ്റ്റിസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ ഒരു നീതി അല്ലെങ്കിൽ ശരി തെറ്റ് തുടങ്ങിയ ചിന്തകളാണ് അവരുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ എടുത്ത ഡിസിഷൻസ് ശരിയാണോ തെറ്റാണോ, അവർക്ക് അതൊരു വേദന ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2 of Swords ഒരു തീരുമാനം എടുക്കാനായിട്ട്, ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ളൊരു പേടി അവരുടെ മനസ്സിലുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു സംഘർഷവും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ ശരിക്കും ഒരു പോരാട്ടം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്ത തെറ്റും ശരിയും എല്ലാം അവർ തന്നെ വിലയിരുത്തുന്ന ഒരു സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. വളരെ ഒരു വേദനാജനകമായ ഒരു സമയം എന്ന് വേണം, അല്ലെങ്കിൽ വളരെയധികം സംഘർഷം നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ മനസ്സിന്റെ ഉള്ളിനുള്ളിൽ തന്നെ അവരെ തന്നെ തൂക്കി നോക്കുന്ന, അല്ലെങ്കിൽ അവരെ തന്നെ അവർ വിലയിരുത്തുന്ന ഒരു സമയമാണ് എന്ന് പറയാനായിട്ട് പറ്റും. ആ ഒരു കാര്യങ്ങളാണ് അവർ രാത്രി സമയത്ത് കൂടുതലായിട്ടും ചിന്തിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 8 of Wandsഉം അതുപോലെ Ace of Swordsഉം ആണ്. അവർക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ശക്തമായിട്ടുള്ള ആഗ്രഹമാണ് ഈ ഒരു കാർഡുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പെട്ടെന്നൊരു മെസ്സേജ് അയക്കണം എന്നൊരു തോന്നൽ അവർക്കുണ്ടാവും. അപ്പൊ സത്യസന്ധമായി എല്ലാം തുറന്നു പറയണം എന്നൊരാഗ്രഹം അവരുടെ മനസ്സിലേക്ക് വരും. പക്ഷെ ഇതുവരെ അവരത് ചെയ്യാനായിട്ട് ധൈര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അവർക്ക് നിങ്ങളെ വിളിക്കണമെന്നും, അല്ലെങ്കിൽ നിങ്ങളെ കാണണമെന്നും, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ ശബ്ദം കേൾക്കണം എന്നൊക്കെ തോന്നുമെങ്കിലും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കണം എന്നൊക്കെ തോന്നുമെങ്കിലും അവര് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ദ ഹെറോഫൻ കാർഡും സ്ട്രെങ്ത് കാർഡുമാണ് വന്നിട്ടുള്ളത്. അപ്പം അവിടെ അവര് നിങ്ങളെ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്കിവിടെ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഫ്യൂച്ചറിൽ സ്ഥിരമായിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷനായിട്ട് ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്നവർ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ഡിസിഷനോടുകൂടി ആലോചിക്കുന്നുണ്ട്. ആ ചിന്തകളൊക്കെ അവർക്ക് രാത്രി സമയങ്ങളിൽ വരുന്നുണ്ട്.
അതുപോലെ മാരേജ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ, എൻഗേജ്മെന്റ് നടത്തണം എന്നൊക്കെയുള്ള ചിന്തകൾ, അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ ഒരു വശത്ത് അവർ ആലോചിച്ച് കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സ്ട്രെങ്ത് കാണിക്കുന്നത് അവര് സ്വന്തം ഈഗോയും അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള പേടിയൊക്കെ നിയന്ത്രിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട്. അപ്പോൾ ഒത്തിരി ഈഗോ ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അവർക്ക് തന്നെ അറിയാം, ഞാൻ ഈ പറഞ്ഞത് അല്ലെങ്കിൽ ഈ ചെയ്തു പോകുന്നതൊക്കെ എൻ്റെ ഒരു ഈഗോ ഹേർട്ട് ആവുന്ന സമയത്ത് ഞാൻ അറിയാതെ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്, എനിക്ക് ഈഗോ ഉണ്ട്, പിന്നെ ഞാൻ ഉള്ളിൽ എനിക്ക് നല്ല ഒരു പേടിയുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ ഇവർക്ക് തന്നെ അറിയാം. ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവർ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്ന എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവർ വിലയിരുത്തുകയും അത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന എനർജീസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 5 ഓഫ് പെന്റക്കിൾസും ദ എംപ്രസ് കാർഡുമാണ് പിന്നീട് വരുന്ന 2 കാർഡുകൾ. ഇവിടെ അവർക്ക് രാത്രി സമയങ്ങളിൽ വല്ലാതെ അവരുടെ മനസ്സിന് ഒരു ശൂന്യത അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങളില്ലാത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കുറവ് അവരുടെ മനസ്സിൽ വളരെയധികം ഒരു ശൂന്യത സൃഷ്ടിക്കുന്നു, മനസ്സിലൊരു കുറവ് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എംപ്രസ് കാർഡ് സൂചിപ്പിക്കുന്നത് അവര് നിങ്ങളെ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും ഒക്കെ കണ്ടിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു സ്നേഹവും കരുതലും നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെന്ന് ആ ഒരു രീതിയിലാണ് നിങ്ങളെ അവർ കാണുന്നത്. നിങ്ങൾ അവരുടെ മനസ്സിലെ ഒരു, ശരിക്കും പറഞ്ഞ അവരുടെ മനസ്സിന്റെ ഒരു സുഖവും സമാധാനവും ഒക്കെ ആയിരുന്നു നിങ്ങൾ എന്ന് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. പിന്നെ പേജ് ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. അവർ നിങ്ങളെ ശരിക്കും പറഞ്ഞ് സ്പൈ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അതായത് ഒളിഞ്ഞു ശ്രദ്ധിക്കുക എന്ന് പറയുന്ന പോലെ. ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒക്കെ നിങ്ങളെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ അവർ രാത്രി സമയങ്ങളിൽ ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ 3 ഓഫ് വാൻഡ്സും 7 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് അവര് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. വളരെയധികം കൺഫ്യൂഷൻ ഉണ്ട്, ആശയക്കുഴപ്പമുണ്ട്, കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ വളരെ വിഷമത്തിലൂടെയും സംഘർഷത്തിലൂടെയൊക്കെ അവർ കടന്നു പോകുന്ന സമയത്ത് പോലും അവർ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി തിരികെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണോ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യണോ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്ന എനർജീസ് വരുന്നുണ്ട്. രാത്രിയിൽ അവർ സ്വപ്ന ലോകത്ത് നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു ഫ്യൂച്ചറൊക്കെ ഇങ്ങനെ കാണുകയും സങ്കല്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവർ ആ ഒരു ഫ്യൂച്ചർ കണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടവർ കാർഡാണ് പിന്നെ വരുന്നത്. ശക്തമായ ഒരു റിയലൈസേഷൻ അവർക്ക് ഇനി വരാനിരിക്കുന്നു എന്നാണ് നമ്മൾ ഈ ടവർ കാർഡിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു ദിവസം അവർക്ക് അപ്രതീക്ഷിതമായിട്ട് ആ ഒരു കാര്യം മനസ്സിലാകും എന്നുള്ളതാണ്. ഈ ഒരു അപ്പോഴത്തേക്കും നിങ്ങൾ കുറേയൊക്കെ മൂവ് ഓൺ ചെയ്ത് ഈ ഒരു ബന്ധം എനിക്ക് നഷ്ടപ്പെടും എന്ന് അവർക്ക് ബോധ്യമാകുന്ന ഒരു സമയത്തിലേക്ക് വരും. അപ്പോൾ ഈ ഒരു ബന്ധം ഞാൻ നഷ്ടപ്പെടുത്തുകയാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവരുടെ മുന്നിൽ വരുന്ന സമയത്ത് അവർക്ക് കുറെ റിയലൈസേഷൻ വരും എന്നാണ് നമുക്ക് ഇവിടെ ടവർ കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീട് വരുന്ന 10 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ അവർ മാനസികമായി ഈ ഒരു സമയത്ത് വളരെയധികം തകർന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. നിങ്ങളോട് കുറേയധികം ഒരു ഫീലിങ്സുകൾ അവർക്കുണ്ട്, പക്ഷെ ഇതൊന്നും പുറത്ത് കാണിക്കാനോ പറയാനോ അവർക്ക് പറ്റുന്നില്ല. അപ്പൊ ഇതെല്ലാം കൂടി അവരുടെ ഉള്ളിൽ വെച്ചിട്ട് അവർക്കതൊരു ഭാരമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അതൊരു സ്നേഹത്തിന്റെ ഭാരം എന്ന രീതിയിലാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക. അപ്പൊ ആ ഒരു ഭാരം കാരണം അവർ വളരെയധികം വിഷമിക്കുന്നു, കഷ്ടപ്പെടുന്നു. ആ ഒരു ഫീലിങ്സ് എല്ലാം സപ്രസ് ചെയ്ത് അവരിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അത് ഷെയർ ചെയ്യാൻ കൂടി ആരുമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ രാത്രി സമയത്ത് അവർ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വളരെയധികം വിഷമിക്കുന്ന എനർജീസ് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ സംസാരിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങളെ ഒരു പങ്കാളിയായിട്ട് കണ്ട് അങ്ങനെ സങ്കല്പിച്ച് ഒത്തിരി ചിന്തകളൊക്കെ അവരുടെ ഉള്ളിൽ വരുന്നുണ്ട്. പലപ്പോഴും ചില സമയങ്ങളിൽ നിങ്ങൾ ഇല്ലാത്ത ഒരു രാത്രി സമയങ്ങളിലൊക്കെ അവർക്ക് ശൂന്യതയും ഏകാന്തതയും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ, നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവർ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഹൃദയം ഒരു സൈഡിൽ ഒരു കാര്യം പറയുകയും ആ സമയത്ത് തന്നെ ഇവർക്ക് നല്ല ഈഗോ ഉള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ ആ ഒരു ഈഗോ ഹർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് താന്ന് ഇറങ്ങി ചെല്ലാനായിട്ട് ഇവർക്ക് പറ്റില്ല. അപ്പൊ ആ ഒരു ഈഗോയും അവരുടെ ഹൃദയം പറയുന്ന ഹൃദയത്തിന്റെ ഫീലിങ്സും രണ്ടും കൂടെ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് രാത്രി സമയങ്ങളിലൊക്കെ അവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി
അവർ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ഈ സെയിം കാർഡുകൾ തന്നെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 8 ഓഫ് വാൻസിന്റെ കാർഡ് ഉണ്ട്. ഇത് വേഗം സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് 8 ഓഫ് വാൻസ് സൂചിപ്പിക്കുന്നത്. അതായത് 8 ദിവസം 8 ആഴ്ചകൾ അല്ലെങ്കിൽ 1 to 2 monthsനുള്ളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളൊരു സാധ്യത നമുക്ക് പറയാനായിട്ട് സാധിക്കും. എല്ലാവർക്കുമല്ല, ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറെ ആളുകൾക്ക് ആണ് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം. അതുപോലെ ജസ്റ്റിസും അതുപോലെ 2 ഓഫ് സോൾസും അവർ തീരുമാനം എടുക്കാനായിട്ട് അല്പം സമയം എടുക്കുമെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, അവർ തിടുക്കത്തിലല്ല സ്ലോ ആയിട്ട് ചിന്തിച്ച് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ കുറച്ച് ചില ആഴ്ചകൾ അവർ തീരുമാനം എടുക്കാനായിട്ട് എടുക്കും എന്നുള്ളതാണ്. അപ്പൊ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ്. പിന്നെ ടവർ കാർഡിൽ ഒരു സഡൻ റിയലൈസേഷൻ അവർക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ ആദ്യം തന്നെ കണ്ടു കഴിഞ്ഞു. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ഒരു ഇവന്റിന് ശേഷമായിരിക്കും. അത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം അവരുടെ ലൈഫിലേക്ക് വരികയും അതോടുകൂടി അവർക്ക് കുറെ കാര്യങ്ങൾക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെക്കുറിച്ച് മറ്റാരുടെയോ വഴിയൊക്കെ അവർ കേൾക്കുന്നുണ്ടാവാം, അറിയുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതിൻ്റെ ഒരു സൂചന അവർക്ക് ലഭിക്കുന്നുണ്ടാകാം. ആ ഒരു സ്പൈ വർക്കിലൂടെ അവർക്കത് കിട്ടുന്നു. അപ്പൊ ആ ഒരു ഷോക്ക് തന്നെയാണ് ആ ഒരു ആക്ഷന് കാരണമാകുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരിപ്പോ മെന്റൽ പ്രഷറിൽ തന്നെയാണ്. ഒരു പ്രഷർ അവരെ ഇങ്ങനെ മെന്റൽ പ്രഷർ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക, ഒരു സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സിനുള്ളിൽ. ആ ഒരു പ്രഷർ ഒരു പീക്കിലെത്തുമ്പോൾ അവരിനി താങ്ങാൻ കഴിയാത്ത വിധം അവരുടെ ഈഗോ ഹേർട്ട് ചെയ്ത ഒരു മെസ്സേജോ കോളോ കമ്മ്യൂണിക്കേഷനോ നിങ്ങളിലേക്ക് തരണം എന്നൊരവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അങ്ങനെ താങ്ങാൻ കഴിയാതെ വരുമ്പോൾ അവർ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കും എന്നുള്ളതാണ്. ഒരു അവർ നിങ്ങളെ ഫ്യൂച്ചറിലെ ഒരു അസറ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ അവരോടൊപ്പം ചേർത്ത് നിർത്തണം എന്ന് തന്നെയാണ് അവർ കാണുന്നത്. അതൊക്കെ നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ നോക്കിയത് എപ്പോഴാണ് അവരൊരു ആക്ഷൻ എടുക്കുക എന്നുള്ളത്. അപ്പൊ നമുക്കിവിടെ മെയിനായിട്ട് മനസ്സിലാവുന്നത് 8 ദിവസം അല്ലെങ്കിൽ 8 ആഴ്ച അല്ലെങ്കിൽ 1 to 2 monthsനുള്ളിൽ ഒരു ആക്ഷൻ എടുക്കാനൊരു ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറെ ആളുകൾക്ക് 1 മുതൽ 3 മാസത്തിനുള്ളിൽ ഒരു മൂവ്മെന്റ്സ് കാണാം എന്നാണ് കാണുന്നത്. അതിനു മുൻപ് ഒരു സഡൻ ചാൻസ് ഉണ്ട്. അതൊരു 8 ഓഫ് വാൻസിന്റെ ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. ആ ഒരു സഡൻ കോണ്ടാക്ട് നിങ്ങളിലേക്ക് വരാതാണ് ഞാൻ ആദ്യം പറഞ്ഞത് 8 ദിവസം 8 ആഴ്ച എന്നുള്ളത്. അപ്പോൾ ഒരു 8 ദിവസം മുതൽ നല്ലൊരു പോസിറ്റീവ് വൈബുള്ള ടൈമാണ് എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു മാർച്ച് മെയ് പീരീഡ് പോലെ ആ ഒരു സമയത്ത്, ആ മാർച്ച് മെയ് മന്തിലൊക്കെ സ്ട്രോങ് പോസിബിലിറ്റി ഉണ്ട്. എസ്പെഷ്യലി ഒരു അൺഎക്സ്പെക്റ്റഡ് ഡേ അല്ലെങ്കിൽ ഒരു രാത്രിയിൽ നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ ഒക്കെ വരാനുള്ള ഒരു ചാൻസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു ആക്ഷൻ എടുക്കും അവർ, പക്ഷെ അതൊരു അവരുടെ ഈഗോ ക്ലാഷ് നടക്കണം, ഈഗോ ഒന്ന് തകരണം. അവിടെ തകർന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരു ടവർ സിറ്റുവേഷൻ വന്ന് അവരുടെ ഈഗോ ഒന്ന് തകർന്നതിന് ശേഷം മാത്രമായിരിക്കും അവർ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഇമോഷണലായിട്ട് പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുന്നതല്ല, കുറച്ച് ദിവസം ആലോചിച്ചെടുക്കുന്ന ഒരു കാം ആയിട്ടുള്ള ഒരു ഡിസിഷനായിട്ടാണ് അവർ നിങ്ങളിലേക്ക് വരിക എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇനി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ്. ഈ സെയിം കാർഡ് എനർജി നോക്കുമ്പോൾ മെസ്സേജ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റിസ് കാർഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് യൂണിവേഴ്സ് പറയുന്നത് സെൽഫ് റെസ്പെക്ട് വേണം, ഒരു ബാലൻസ് ലൈഫിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അവര് ഡിസിഷൻ എടുക്കേണ്ട സമയം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ആ ഒരു എടുക്കുന്ന സമയം വരെ, അവരൊരു ഡിസിഷൻ എടുക്കുന്ന സമയം വരെ നിങ്ങൾ അവിടെ പോസ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളെല്ലാം ഉണ്ട്, നിങ്ങളുടേതായ ആളുകളുണ്ട്, അവരോടൊപ്പം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ അവർ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അവർ ഡിസിഷൻ എടുക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഒരു ജസ്റ്റിസ് അവർ തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ തരണം. അങ്ങനെ തരുന്നുണ്ടെങ്കിൽ അവരുടെ അത് അപ് ടു ദം ആണ്, അവരെന്താണോ ചെയ്യുന്നത് അത് അവർ തീരുമാനിക്കട്ടെ. അതുവരെ നിങ്ങൾ പോസ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതായത് അവിടെ തന്നെ നിൽക്കേണ്ട, മൂവ് ഓൺ ചെയ്യണം എന്നുള്ളതാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തുള്ള ഗൈഡൻസ്. പിന്നെ ഇവിടെ 2 ഓഫ് സോൾസ് വരുമ്പോഴത്തേക്കും കാത്തിരിക്കുക എന്നത് ഇപ്പോൾ നിങ്ങളെ ഒരു മെന്റൽ കൺഫ്യൂഷനിലാക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നത് നമുക്കൊരു മെന്റൽ കൺഫ്യൂഷൻ നൽകും. കാരണം ഈ ഒരു പേഴ്സൺ വരുമോ ഇല്ലയോ അതൊന്നും നമുക്കറിയത്തില്ല. ഇവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടോ, ഇവർ വേറെ പോയിട്ടുണ്ടോ, ഇനി ഇവർ തിരിച്ചു വരുമോ, വന്നാൽ തന്നെ പഴയ രീതിയിലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലേക്ക് പോകും നമ്മൾ. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ചിന്തിക്കും, എന്നോട് ഒത്തിരി സ്നേഹമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എന്നോട് ഒത്തിരി ഫീലിങ്സ് ഉള്ളത് കൊണ്ട്, എനിക്കൊത്തിരി സ്നേഹമുള്ളത് കൊണ്ട് ഈ ഒരു പേഴ്സൺ തിരികെ വരുമെന്ന് ഹൃദയം പറയുമ്പോഴും പ്രാക്ടിക്കലായിട്ട് അവർക്ക് വരാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഇല്ല, അല്ലെങ്കിൽ അവർ വരില്ല, അവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്ന ഒരു ബുദ്ധിപരമായ മറുഭാഗത്ത് ഈ ഒരു ചിന്തയും നമുക്കുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പം ഒരു
അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ലോങ് വെയിറ്റിംഗ് എനർജി നിങ്ങൾക്ക് ശരിയാവില്ല എന്ന് തന്നെയാണ്. അങ്ങനെ ചെയ്യരുത് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഒത്തിരി നാളത്തേക്ക് വേണ്ടി ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് സമയം കളയരുത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന എനർജീസ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അത് വന്നാലും നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് ക്ലിയർ ബൗണ്ടറീസ് വെക്കണം എന്നുള്ളതാണ്. ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ വളരെ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വളരെ ഹോണസ്റ്റ് ആയിട്ട് ആ ഒരു രീതിയിൽ നിൽക്കരുത്. കുറച്ച് ബൗണ്ടറീസ് ഒക്കെ കീപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ വീണ്ടും ആ ഒരു സെയിം സൈക്കിൾ വീണ്ടും തുടർന്ന് ആ ഒരു സെപ്പറേഷനിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എംപ്രസ് കാർഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ കാർഡ് നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ വിലമതിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ആരെയും ചേസ് ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമുള്ള ഒരാളല്ല. കാരണം നിങ്ങൾ അത്ര ഇമ്പോർട്ടൻറ്റും വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്നേഹം നിങ്ങളെയാണ് തേടിയെത്തേണ്ടത്. നിങ്ങൾ പിന്നാലെ പോകേണ്ടതില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ അവരുടെ ഒരു ഈഗോ ബ്രേക്ക് ആയാൽ മാത്രമേ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാകുള്ളൂ. അതുവരെ നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയി പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ അവർക്ക് വേണ്ടി മാത്രമായി പോസ് ചെയ്ത് സ്റ്റക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങളെ ഇമോഷണലി ആ ഒരു വെയിറ്റിംഗ് എനർജി നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഇമോഷണലി നിങ്ങൾ വളരെയധികം ടയേർഡ് ആകും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ബേർഡൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു സൈനാണ്. നിങ്ങൾ വളരെ ടയേർഡായി, ഇമോഷണലി വളരെ ടയേർഡായി എന്നുള്ള ഒരു സൈനാണത്. അപ്പോൾ അതായത് ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു മൂവ് ഓൺ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക. അതായത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്ത് അങ്ങനെ പോകുക എന്നർത്ഥമില്ല. പക്ഷെ ഇമോഷണലി ഈ ഒരു പേഴ്സണുമായിട്ട് ഡിറ്റാച്ച് ആകാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളുടെ പീസ്, നിങ്ങളുടെ ഹാപ്പിനെസ് ഇതിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അവർ ഒരു ക്ലിയർ ഒരു ഇന്റൻഷനോട് കൂടി തന്നെ തിരിച്ചു വരും. ആ ഒരു തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അതിൽ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസൈറ്റി കൊണ്ടുതരും. അത് വളരെയധികം ഒരു ആൻസൈറ്റി, കൺഫ്യൂഷൻ, അതുപോലെ ബേർഡൻ ഒക്കെ ഉണ്ടാക്കും. അത് വീണ്ടും നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ പോസിറ്റീവ് എനർജി ഡ്രെയിൻ ആകാനായിട്ട് ഇടവരുത്തും. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് ആയിട്ടിരിക്കുക. ആ ഒരു കോൺഫിഡൻസിൽ നിന്ന് വരുന്ന ഒരു സൈലന്റ് ആയിട്ട് നിങ്ങൾ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സിൽ നമുക്ക് ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് സോഷ്യൽ വർക്കർ എന്ന് പറയുന്നൊരു ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ലൈഫ് ചേഞ്ച്, ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. പർപ്പിൾ കളർ ആയിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 21 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെട്ട വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ N ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ആക്ടിങ് ഒക്കെ താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 31, നമ്പർ 33, 1992, നമ്പർ 22, 1987. ബ്ലാക്ക് കളർ ആയിരിക്കും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. സെൽഫ് എംപ്ലോയ്, ബ്യൂട്ടിഫുൾ ഐസ്. നല്ല മനോഹരമായ കണ്ണുകളായിരിക്കാം നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കണ്ണുകളൊക്കെ കാണാനായിട്ട് നല്ല എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതയുള്ള കണ്ണുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ Z, ലെറ്റർ E, 1979, നമ്പർ 37, 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1984, ടാറ്റു ഓൺ നെക്ക്, കഴുത്തിലൊക്കെ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 1986, 1981, 1995, നമ്പർ 46, ലെറ്റർ S, 1986 വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ A കിട്ടുന്നുണ്ട്. ഫെബ്രുവരി മന്ത്, 6 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കമന്റ് വഴി ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പ് കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.